Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസിംഗ് ലിറ്ററേച്ചറിലെ സെലക്ഷൻസ് ഫ്രം കാൽവിൻ ആൻഡ് ഹോബ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ ചിത്രകഥ എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ ഒരു കോമിക് സീരീസാണ്. നമ്മളിവിടെ അതിൻ്റെ ഒരു ഔട്ട്ലൈനും അതിലെ ഇമ്പോർട്ടൻറ്റ് തീംസിൻ്റെ നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കാൽവിൻ ആൻഡ് ഹോബ്സ് is a comic strip created by Bill Watterson that follows the adventures of a precocious 6-year-old boy named Calvin. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിത്രകഥയാണ്. ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് കാൽവിൻ എന്ന പേരുള്ള 6 വയസ്സായിട്ടുള്ളൊരു കുട്ടിയാണ്. അവൻ പ്രിക്കോഷ്യസ് ആണെന്നാണ് പറയുന്നത്. അതായത് അവന് 6 വയസ്സേ ആയിട്ടുള്ളൂ എങ്കിലും അവൻ്റെ പ്രായത്തിൽ കവിഞ്ഞതായിട്ട് ചിന്തിക്കാനൊക്കെ കഴിവുള്ള ഒരു കുട്ടിയായിട്ടാണ് അവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഈ സ്റ്റഫ്ഡ് ടൈഗർ ഹോബ്സ് ഹൂ കംസ് ടു ലൈഫ് ഇൻ കാൽവിൻസ് ഇമാജിനേഷൻ. ഇനി അവൻ്റെ ഒരു ടൈഗർ ഉണ്ട്, ഒരു പാവക്കുട്ടിയാണ്. ഈ പാവക്കുട്ടി അവൻ്റെ ഇമാജിനേഷനിൽ അവൻ്റെ ഫ്രണ്ടിനെ പോലെയാണ്. അതായത് അവനോട് സംസാരിക്കുകയും അവർ തമ്മിലിങ്ങനെ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്നതായിട്ടാണ് അവൻ്റെ ഇമാജിനേഷനിലുള്ളത്. അപ്പോൾ ആ ഇമാജിനേഷനാണ് നമ്മൾ ഈ ചിത്രകഥയിൽ കാണുന്നത്. അതായത് ഇവൻ്റെ ഇമാജിനേഷനിൽ ഇവൻ ഈ ടൈഗറിനോട് ഹോബ്സിനോട് സംസാരിക്കുന്നതും പിന്നെ അവൻ്റെ സ്കൂളിലും വീട്ടിലൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുക. The strip explores themes of friendship, imagination, and the challenges of growing up through Calvin's misadventures at home, at school, and in the great outdoors. ഇതിൽ തീംസ് ആയിട്ട് വരുന്നത് ഫ്രണ്ട്ഷിപ്പ്, ഈ കാൽവിനും ഹോബ്സും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മളതിന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാജിനേഷൻ, ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ അവൻ്റെ ഇമാജിനേഷനിൽ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു തീം നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് സ്കൂളിലും വീട്ടിലും അതുപോലെ തന്നെ പുറത്തൊക്കെ വളർന്നു വരുമ്പോഴുള്ള ചലഞ്ചസ് ആണ് ഇതിൽ പ്രധാനമായിട്ടുള്ള തീംസ് ആയിട്ട് വരുന്നത്. Calvin's boundless imagination and Hobbes' witty observations make for a humorous and often poignant exploration of childhood and the world around us. ഈ കോമിക് സീരീസിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ഒരു കുട്ടിയുടെ ഇമാജിനേഷനും അതുപോലെ തന്നെ ഈ ഹോബ്സ് എന്ന് പറയുന്ന ഈ ടൈഗറിൻ്റെ ഇതിനുള്ള മറുപടികളും അവരുടെ സംഭാഷണങ്ങളിലൂടെ ഒരു ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം എന്നതിൻ്റെ ഒരു എക്സ്പ്ലോറേഷനാണ് നമുക്ക് ഈ ഒരു കോമിക്കിലൂടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കി കാണുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യവും നമുക്ക് ഈ കോമിക്കിലൂടെ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൽ നോട്ട്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു കഥയല്ല, ഒരുപാട് കഥകളുള്ള ഒരു ചിത്രകഥകളുടെ സീരീസാണ്. നമ്മൾ ഈ സൂത്രനും ഷേരു എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ആഴ്ചയിലും ഓരോ കഥകളാണുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ കഥയുടെ ഒരു സമ്മറി നമുക്ക് എഴുതാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇതിലെ തീംസ് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കാൽവിൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെയും ഹോബ്സിൻ്റെ ഔട്ട്ലൈൻ വെച്ചുകൊണ്ടും വേണം നമുക്ക് ആൻസർ ചെയ്യുന്നതിന്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് തീംസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. Calvin's vivid imagination and creative play with Hobbes highlight the importance of nurturing these qualities in children. ഒന്ന് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റിയാണ്. ഈ ഒരു പാവക്കുട്ടിയോട് അവൻ സംസാരിക്കുന്നതും അതുപോലെ അവൻ്റെ ഫ്രണ്ടായിട്ട് കരുതുകയൊക്കെ ചെയ്യുന്നത് അവൻ്റെ ഒരു ഇമാജിനേഷൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ കുട്ടികളിൽ ഇമാജിനേഷൻ്റെ പ്രാധാന്യം എന്നുള്ളൊരു തീമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. It suggests that imaginative play is essential for child development and should be encouraged. അതായത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് ഇമാജിനേഷൻ അത്യാവശ്യമാണ് എന്നുള്ളൊരു സന്ദേശമാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ആൻഡ് ഓട്ടോണമി. Calvin often rebels against authority figures such as his parents and teachers, asserting his independence and autonomy. ഇനി കാൽവിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് വരുന്നൊരു തീം അവൻ്റെ ഇൻഡിപെൻഡൻസ് ആണ്. അതായത് അവൻ്റെ പാരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുസരിക്കാൻ അവൻ തയ്യാറല്ല. അവന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്ന് മൈൻഡിലൊരു ക്യാരക്ടറായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. This reflects a common theme in contemporary society where children are encouraged to develop their own identities and make choices for themselves. അപ്പോൾ ഈ കോമിക് സ്ട്രിപ്പ് എഴുതപ്പെടുന്ന കാലത്ത് കുട്ടികൾ ഇങ്ങനെ മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നെങ്കിലും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ടംപററി സൊസൈറ്റിയിൽ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഇൻഡിപെൻഡൻസ് പഠിപ്പിക്കണം എന്നുള്ളൊരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത്തരമൊരു തീം നമുക്ക് ഈ ഒരു സീരീസിനകത്ത് കാണാൻ കഴിയും. ഇന്നസെൻസ് ആൻഡ് നെയ്വിറ്റി, ഇവൻ്റെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ കുസൃതികളും. Calvin's innocent view of the world, often contrasted with the more cynical outlook of adults, highlights the need to protect children's innocence while also preparing them for the realities of the world. ഇവനൊരു കുട്ടി എന്നുള്ള നിലയിൽ നിഷ്കളങ്കമായ രീതിയിലാണ് ഈ ലോകത്തെ നോക്കിക്കാണുന്നത്. മുതിർന്നവരായിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കറിയാം അത്ര നിഷ്കളങ്കതയോട് കൂടിയിട്ട് നമുക്ക് ലോകത്തെ നോക്കി കാണാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ കുട്ടികളിൽ അവരുടെ നിഷ്കളങ്കത നിലനിർത്തുകയും എന്നാൽ ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ഒരു തീമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയും.
Friendship and social relationships. Calvin's friendship with Hobbes demonstrates the importance of social relationships in a child's life. മറ്റൊന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ്. ഇവന് മറ്റ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത് കാരണം കൊണ്ടാണ് ഇവൻ്റെ പാവക്കുട്ടീനെ അവൻ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയിട്ട് അവൻ്റെ ഇമാജിനേഷനിൽ അവൻ പാവക്കുട്ടിയോട് സംസാരിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നത്. ആ രീതിയിൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കിതിനകത്ത് കാണാൻ വേണ്ടി കഴിയും. ഇറ്റ് ഷോസ് ഹൗ ഫ്രണ്ട്ഷിപ്സ് ക്യാൻ ഹെൽപ്പ് ചിൽഡ്രൻ നാവിഗേറ്റ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഗ്രോവിങ് അപ്പ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡ് അറൗണ്ട് ദം. അതായത് വളർന്നു വലുതാവുക എന്ന് പറയുന്നതിൽ ഒരു കോംപ്ലക്സിറ്റിയും അതുപോലെ തന്നെ അവരുടെ ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ അവരെ സഹായിക്കാൻ ഫ്രണ്ട്ഷിപ്പിന് കഴിയും എന്നുള്ളൊരു ഐഡിയ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ്. Calvin's experiences at school, while often humorous, also touch on the challenges and pressures children face in the educational system. ഇനി ഇവന് സ്കൂളിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ പലപ്പോഴും അത് കോമഡി ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്നെങ്കിലും കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളെ കുറിച്ചിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി എ പോസിറ്റീവ് ആൻഡ് എൻറിച്ചിങ് എക്സ്പീരിയൻസ് ദാറ്റ് നർച്ചേഴ്സ് ചിൽഡ്രൻസ് ക്യൂരിയോസിറ്റി ആൻഡ് തേഴ്സ്റ്റ് ഫോർ നോളജ്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളിലുള്ള ക്യൂരിയോസിറ്റി, അവരെ അറിയാനുള്ള ആകാംക്ഷയെ വളർത്തിയെടുക്കുന്നതായിരിക്കണം. അല്ലാതെ അവർ സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവരെ വഴക്ക് പറയുന്ന രീതിയിലേക്ക്, അവരെ കാണാതെ പഠിക്കാൻ നിർബന്ധിക്കുന്ന രീതിയിലേക്ക് ആവരുത് എന്നുള്ളൊരു തീം നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയും. പാരൻ്റൽ ഇൻഫ്ലുവൻസ്. Calvin's interactions with his parents highlight the role of parents in shaping a child's values, beliefs and behavior. ഇനി ഇവൻ്റെ പാരൻസുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് ഒരു കുട്ടിയുടെ ബിഹേവിയറൊക്കെ രൂപപ്പെടുന്നതിൽ പാരൻസിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇറ്റ് അണ്ടർസ്കോഴ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പോസിറ്റീവ് പാരൻ്റൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ എ ചൈൽഡ്സ് ലൈഫ്. അതായത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ പ്രധാനമാണെന്നുള്ളൊരു തീം കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കാൽവിൻ ആൻഡ് ഹോബ്സിൽ ഇമ്പോർട്ടൻറ്റ് തീംസും പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഇത് എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിതിൽ എസ് എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്